ഇസ്ലാമിലേക്ക് വരുന്ന ആളുകളിൽ അധിക വിഭാഗവും മതവിശ്വാസം ഇല്ലാത്തവരാണ് എന്നാ പറയാം. അതായത് യൂറോപ്പിലൊക്കെ നടത്തിയ ഒരു സെൻസസ് പ്രകാരം ചില ആളുകളോട് ചോദിച്ചു, അതിൽ 13% മാത്രമാണ് മതമുണ്ട് എന്ന് പറഞ്ഞത്, അതും ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, നിങ്ങളിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ചർച്ചിലേക്ക് പോയിട്ടുണ്ടോ? നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യാനികളെ പറ്റിയല്ല, ലോകത്തെ വികസിത രാജ്യങ്ങളിൽ നടന്നൊരു സെൻസസ്. യൂറോപ്പിലാണ് നടന്നത്. എത്ര പേർ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ വിവാഹത്തിനുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും മരണ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് എത്ര പേർ കനീസയിലേക്ക് പോയിട്ടുണ്ട് അല്ലെങ്കിൽ ചർച്ചിലേക്ക് പോയിട്ടുണ്ട്? 7% മാത്രമാണ് മുമ്പൊരിക്കൽ ചർച്ചിൽ പോയത്. എല്ലാ ആഴ്ചയിലും ചർച്ചിൽ പോകുന്ന എത്ര പേരുണ്ട്? ഇതിൽ 1% ചർച്ചിലേക്ക് പോകുന്നത്, ആഴ്ചയിൽ കൃത്യമായി. ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചോ എന്നറിയില്ല, ഇനി ഇവിടെയാണോ നാട്ടിലാണോ പറഞ്ഞെന്നറിയില്ല. ലണ്ടനിൽ നമ്മുടെ മുസ്ലിമീങ്ങളായ ആളുകളൊക്കെ താമസിക്കുന്ന പ്രദേശങ്ങളിലും അല്ലാത്തിടത്തൊക്കെ ഒരുപാട് പള്ളികൾ ഉണ്ട്. അൽഹംദുലില്ലാഹ്, ഒരുപാട് പള്ളികളുണ്ട് ലണ്ടൻ നഗരത്തിൽ. ഒരുപാട് എല്ലാ ഗല്ലികളിലും കോർണറിലും ഒക്കെ പള്ളിയുണ്ട്. പ്രത്യക്ഷമായി മിനാരങ്ങളോ വാങ്കുവിളിയോ പ്രത്യക്ഷമായി കേൾക്കില്ല. അത് ഒരു പള്ളിയെന്നേ കേൾക്കുള്ളൂ. അത് ഈസ്റ്റ് ലണ്ടനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്ലാമിക് സെന്റർ ഉണ്ട്. അവിടെയാണ് ഓപ്പണായിട്ട് വാങ്കുവിളി കേൾക്കുള്ളൂ. അത് ബംഗാളികളാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അവർക്ക് തടയാൻ പറ്റിയില്ല. ഒരിക്കൽ കുളിക്കാൻ വേണ്ടി വന്നിട്ട് സർവ്വ ബംഗാളികളും ടൗണിൽ ഇറങ്ങിയപ്പോഴാണ് അറിഞ്ഞത്, റബ്ബേ, ഇത്രയും വലിയൊരു സമൂഹം ഇതിന്റെ പിന്നിലുണ്ടോ എന്ന്. നല്ല ഡീസന്റ് ബംഗ്ലാദേശുകാരാണ് അവിടെ. അവർ തുപ്പാറൊന്നുമില്ല, വളരെ റാഹത്തിലാണ്, നല്ല ഉഷാറില്ല, വൃത്തിയിൽ നല്ല ഉഷാറില്ല. ഞാൻ ആ പള്ളിയിലാണ് 26 തറാവീഹിന് ആ പള്ളിയിലാണ് കൂടിയത് കഴിഞ്ഞ റമളാനിൽ. വലിയ ദീനീ പ്രവർത്തനം നടക്കുക. അവിടെയാണ് ഉറക്ക ബാങ്ക് വിളിക്കാറുള്ളത്. അവിടെ ബാങ്ക് പുറത്തേക്കാണ്, അല്ലാതെ ഒരു ചർച്ചിൽ നിന്ന് ഇവിടെ നിന്ന് ഒരു ബാങ്ക് കേൾക്കൂല, ഒരു പള്ളിയിൽ നിന്നും ബാങ്ക് കേൾക്കില്ല. പക്ഷെ പള്ളികൾ എല്ലായിടത്തും ഉണ്ട്. ബ്രിട്ടനിൽ തന്നെ അവിടെ തന്നെ ഏത് നഗരത്തിലും 3 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു പള്ളി ഉണ്ടെന്നാണ്. ഏറ്റവും വലിയ അത്ഭുതം, ഈ പള്ളികളൊക്കെ അധികവും ചർച്ചുകളായിരുന്നു. അതിൽപ്പെട്ട ഒരു പള്ളിയിൽ എനിക്ക് വാദം പറയാൻ അവസരം ഉണ്ടായ, ഒരു അസറിന്റെ ശേഷം ഒരു ക്ലാസ് നടത്തി ഇംഗ്ലീഷിൽ. വിംബ്ലി സ്റ്റേഡിയം അറിയാലോ, നമ്മളെ കുട്ടികൾക്കൊക്കെ അറിയാലോ വിംബ്ലി സ്റ്റേഡിയം. വിംബ്ലിയിലെ സെൻട്രൽ മസ്ജിദ് ഉണ്ട്. ആ സെന്റർ പള്ളി അതിൽപ്പെട്ട ഒരു അത്ഭുതം, അവിടെ നമ്മുടെ ഈ ബാൽക്കണി പോലെ, ഇതേപോലെ ബാൽക്കണി ഉണ്ട് പള്ളിന്റെ ഉള്ളിൽ. പള്ളിയെ ചർച്ചാണത്, പക്ഷെ മിനാരം കൊടുത്തിട്ടുണ്ട്. ചർച്ചിന്റെ എല്ലാ 3 ഗ്ലാസും ഒക്കെ അതിന്റെ ഉള്ളിലുണ്ട്. എല്ലാം ഇതുപോലെയാണ്, പക്ഷേ മുസല്ലയൊക്കെ വിരിച്ച് കിബിലൊക്കെ തിരിച്ച് വളരെ മനോഹരമാണ്. ഇപ്പൊ ഇത് പള്ളിയാണ്, വിംബ്ലി സെൻട്രൽ മോസ്ക്. അപ്പൊ അവിടെ ഈ ബാൽക്കണിയിൽ അന്ന് എത്തിക്കാഫിന് പൈസ കൊടുക്കണം അവിടെ. കാരണം എത്തിക്കാഫിന് വരാൻ ആളുകൾ കൂടിയിട്ട് കമ്മിറ്റിക്കാരെന്ത് വെച്ചു, 100 പൗണ്ട് കൊടുത്താൽ എത്തിക്കാഫിന് ഒരു സ്പേസ് കൊടുക്കാം, അവർക്ക് ഭക്ഷണവും സൗകര്യമൊക്കെ ചെയ്യാം. അത് റമളാൻ 10 ആകുന്നതിന് മുമ്പേ ഫുള്ളായി പോയി. വേറെ ആളെടുക്കാൻ പറ്റിയില്ല. ലണ്ടൻ നഗരത്തിലാണ്. സുബ്ഹാനല്ലാഹ്, നമ്മൾ ആലോചിച്ച് നോക്കണം. അവിടേക്കല്ല ആ മനുഷ്യരുടെ ഈമാൻ അള്ളാഹു അതൊക്കെ നിലനിർത്തി കൊടുക്കട്ടെ, ആമീൻ. പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നൊക്കെ പോയ മുസ്ലിമീങ്ങൾ അവിടെ ചെയ്ത വലിയ സേവനമാണത്. എത്തിക്കാഫ് നിറയെ ആളുകളാണ്, മാക്സിമം സ്പേസ് പോയി. നല്ലൊരു സംഭവമാണ്, നമ്മൾ അതൊക്കെ ചെയ്യാവുന്നതാണ്. അമേരിക്കയിൽ പൈസ വാങ്ങി പിന്നെ അത്തായം കൊടുക്കാത്ത അവസ്ഥ ഉണ്ടാവും. ഇതങ്ങനെയല്ല. അവർക്ക് ഇഫ്താറും അവരുടെ സഹരിയും എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ട് റിസർവ് ചെയ്യാൻ പള്ളിന്റെ ഉള്ളില്. ആ പള്ളി ഒരു ചർച്ചായിരുന്നു. ആ ചർച്ച് പള്ളിയായി മാറിയതാണ്. അപ്പം കമ്മിറ്റിക്കാരെ വിൽക്കുകയാണ് ചർച്ചുകള്. കാരണം പള്ളിക്കും അമ്പലത്തിനും ഒക്കെ അവിടെ എന്ത് ചെയ്യണം, ടാക്സ് കൊടുക്കണം. അപ്പൊ പള്ളിക്ക് ആളെ വരുന്നില്ല, ചർച്ചിലേക്ക് ആള് വരുന്നില്ല. പിന്നെ എങ്ങനെയാ പിരിവുണ്ടാക്കുക, എങ്ങനെയാ ഇതിന് ടാക്സ് കൊടുക്കുക? അതുകൊണ്ട് ചർച്ച് കമ്മിറ്റിക്കാർ മുസ്ലിമീങ്ങൾക്ക് വിൽക്കുകയാണ്. അങ്ങനെ ഒരു പള്ളി, വേറൊരു ചർച്ച് വാങ്ങിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം അവിടെ നടക്കുന്നുണ്ട്. വേറൊരു ഭാഗത്ത് അവിടെ തന്നെ ഒരു പള്ളി വേണം എന്ന് പറഞ്ഞിട്ട്, അപ്പോ അതിന്റെ കളക്ഷനൊക്കെ വേറെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, ചർച്ചുകൾ കൊടുക്കുകയാണ്. എന്തെന്നറിയോ, വരാൻ ആളില്ല. പിന്നെ ഒരു ചർച്ചിൽ നിരന്തരം ആളുകൾ പോകുന്നുണ്ട്. പിന്നെ ചോദിച്ചു, ഇത് വളരെ വ്യത്യസ്തമാണല്ലോ, വിചിത്രമാണല്ലോ. അപ്പൊ അവിടുത്തെ പൂജാരിയും അവിടുത്തെ ഫാദറും മലയാളിയാണ്. അവിടുത്തെ നാനിമാരൊക്കെ മലയാളി ആളുകളാണ് അവിടെ ഹാൻഡിൽ ചെയ്യുന്നത്. അവിടുത്തെ മുക്രിയും മല്ലാക്കിയൊക്കെ ആരാണ്, ഇമാമൊക്കെ മലയാളികളാണ്. അവർ കുറച്ച് ഭക്തി കാണിക്കുന്നുണ്ട്. ബാക്കിയുള്ള ആ നാട്ടുകാർ പോകുന്നില്ല. അതാണ് അത്ഭുതം.
അങ്ങനെ നടന്നിട്ടാണ് അവർക്ക് എന്ത് മതം, എന്ത് പടച്ചോൻ, എന്ത് പരലോകം എന്ന് ചിന്തിച്ച് വെറും ആസ്വാദനം, കള്ളും പെണ്ണും തോന്നിവാസം ഇത് മതി, നമുക്ക് ജീവിച്ചു തീർത്താൽ പോരെ എന്ന ആ ഒരു ചിന്ത അവർക്ക് വന്നത് തീർത്തും മതങ്ങളിൽ നിന്ന്, മതവിശ്വാസങ്ങളിൽ നിന്ന് അകന്നുകൊണ്ടാണ് അവർ ജീവിച്ചത്. ഇസ്ലാമിലേക്ക് വന്ന മുഴുവൻ ആളുകളിലും, ക്രിസ്ത്യാനികളായ ആളുകളിൽ നിന്ന്, യൂറോപ്യരായ ആളുകളിൽ നിന്ന് 30-40 വയസ്സുള്ള ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ അവരുമായി നടത്തിയ ഒരു സർവേ, അതിൽ അവർ പറഞ്ഞത് ഒരിക്കൽ പോലും ജീവിതത്തിൽ ബോധം വന്നതിന്റെ ശേഷം ചർച്ചിൽ പോയിട്ടില്ലാണ്. ക്രിസ്ത്യാനിയാണ്, അല്ല മുസ്ലിം അല്ല, ക്രിസ്ത്യാനിയായിക്കോട്ടെ, അച്ഛനും അമ്മയൊക്കെ ക്രിസ്ത്യാനിയാണ്, അങ്ങനെ പോട്ടെ. ആ രീതിയിലൊരു മതനിരാസം വികസിത രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അഡ്വാൻസ് ആകും തോറും ഇതാ നടക്കുന്നത്. ആ സ്ഥലങ്ങളിലാണ് ഇസ്ലാമിക വളർച്ച നടക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന്റെ ഇടയിലാണ് മുസ്ലിമീങ്ങളായ ആളുകൾ. ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടവരുടെ പേര് ഡേവിഡ് എന്നാണ്. എനിക്ക് പരിചയമുള്ള ഒരു ബ്രിട്ടീഷ് ഫാമിലി ഉണ്ട്, മുസ്ലിമീങ്ങളായ ഒരു അവിടുത്തുകാർ. അപ്പോ ഞങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോ ഡേവിഡ് പറഞ്ഞു, ഞാൻ വാങ്ങിക്കൊടുക്കട്ടെ. ഞാൻ ചോദിച്ചു, ഡേവിഡ് എങ്ങനെ വാങ്ങിക്കൊടുക്കുക? പറഞ്ഞു, ഞാൻ ഇപ്പൊ മുസ്ലിം ആയിട്ടുണ്ട്, ഞാൻ മുസ്ലിമാണ്. പേര് മാറ്റിയിട്ടില്ല, ഡേവിഡ് തന്നെയാണ് പേര്, പക്ഷെ മുസ്ലിമാണ്. ഒരു ബ്രിട്ടീഷുകാരനായ ചെറുപ്പക്കാരൻ. അള്ളാഹു ഹിദായത്ത് നിർത്തി കൊടുക്കട്ടെ. അപ്പൊ റമളാനാണ്, 19 മണിക്കൂറൊക്കെയാണ് കഴിഞ്ഞ റമളാനിൽ അവിടുത്തെ ടൈം. 19 മണിക്കൂർ ആലോചിച്ച് നോക്കിയാൽ 9:30 മണിക്ക് മഗ്‌രിബ്, 3 മണിക്ക് സുബഹി. അതിന്റെ ഇടയ്ക്ക് നോമ്പ് തുറയും, മുത്താഴം, അത്താഴം. കണ്ണൂർക്കാരെ എങ്ങൾക്കൊന്നും കഴിയില്ല. അതിനിടയ്ക്ക് തറാവീഹ് ഒക്കെ കഴിയണം. 2-3-4 മണിക്കൂറിന്റെ ഇടയിൽ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അവൻ പറഞ്ഞു, എനിക്ക് വയറുവേദന വന്നിട്ട്. അവൻ കരയാണ്. എന്റെ വിഷമം ചോദിച്ചു. പറഞ്ഞ്, എനിക്ക് 2-3 ദിവസമായിട്ട് നോമ്പെടുക്കാൻ പറ്റിയില്ല, എനിക്ക് കുറച്ച് ഗുളിക കുടിക്കാനുണ്ട്. അപ്പൊ ഞാൻ ഈ നോമ്പായതുകൊണ്ട് പകല് കുടിക്കാൻ വയ്യല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, സാറോ 4-5 തവണ കുടിക്കാനുള്ള ഒറ്റടിക്ക് രാത്രി തന്നെ കുടിച്ചു. അതിലാകെ പ്രശ്നമായി. എന്നിട്ട് അവൻ കരഞ്ഞിട്ട് പറയാം, എനിക്ക് അള്ളാഹു പുറത്തു തരുമായിരിക്കും, ഞാനത് മേക്കപ്പ് ചെയ്യുന്നുണ്ട്, ഞാനത് ഇൻഷാ അല്ലാഹ് ഉടനെ തന്നെ ഖളാ വീട്ടും, എനിക്ക് അള്ളാഹു പുറത്തു തരുമെന്ന് വിചാരിക്കുന്നു, എനിക്ക് വയ്യാത്തതുകൊണ്ടല്ലേ. ഞാൻ പറഞ്ഞു, സാരല്ല, നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തരും, നിങ്ങൾ എന്ത് ചെയ്തോളൂ, അത് മേക്കപ്പ് ചെയ്താൽ മതി. അതുകൊണ്ട് ഇഖാമത്ത് കൊടുത്തത്. സുബ്ഹാനല്ലാഹ്. ആ നഗരത്തിന്റെ മധ്യത്തിൽ ഹാരഡ്സ് എന്നൊക്കെ പറഞ്ഞ വലിയ ഷോപ്പ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ. ഹാരഡ്സ് ലക്ഷങ്ങൾ വിലമതിക്കുന്ന, ലക്ഷക്കണക്കിന് പൗണ്ടുകൾ വിലമതിക്കുന്ന സാധനം അവിടെ വിൽക്കപ്പെടുക. വലിയ ഷോപ്പിംഗ് മോളാ. ഷോപ്പിംഗ് മോൾ എന്ന് പറഞ്ഞാൽ കോടീശ്വരന്മാർക്ക് മാത്രം പോകാൻ പറ്റുന്ന ഒരു മോളാണത്, ഹാരഡ്സ്. പച്ചവെള്ളത്തിനേക്കാളും കള്ളിന് വില കുറവ്, പച്ചവെള്ളത്തിന് കൂടുതലാണ്. എന്താ അതിന്റെ അർത്ഥം? നിർബന്ധിതമായി കുടിച്ചു പോവില്ലേ? പൈസയും കുറവാണ്, ലഹരിയുമാണ് എന്ന് ചിന്തിക്കുന്ന ആ ഒരു തലത്തിലേക്ക് മനുഷ്യന്റെ എല്ലാ അഴിഞ്ഞാട്ടത്തിനും വാതിലുകൾ തുറന്നുകൊടുത്ത സ്ഥലത്ത് ഇസ്ലാമിലേക്ക് ആളുകൾ ഓടിക്കൂടുന്നതിന്റെ വിചിത്രം എന്താണ്? എന്താണ് ഇതിൽ അത്ഭുതം? ഈ വിശുദ്ധ ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിൽ നിന്ന് കിട്ടുന്ന ഇൻസ്പിറേഷനാണ്. وينذر الذين قالوا اتخذ الله ولدا لينذر بأسا شديدا من لدنه ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا. നിരീശ്വരവാദത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക്, മറ്റു മതങ്ങളിൽ നിന്ന് ഇസ്ലാമിലേക്ക് ചിന്തിക്കുന്നവർ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാ. ആ ആളുകൾക്ക് ബ്രെയിനുള്ള, ഫുഡ് ഫോർ ബ്രെയിൻ, തലച്ചോറിനുള്ള ഭക്ഷണമാണ് നമ്മൾ കൊടുക്കേണ്ടത്. കാരണം നമുക്ക് ഇസ്ലാമിലേക്ക് ഒരാളെ ക്ഷണിക്കണമെങ്കിൽ വലിയ യുക്തിയൊന്നും വേണ്ട, കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അതങ്ങ് പറഞ്ഞു കൊടുത്താൽ മതി. വേണമെങ്കിലും സ്വീകരിക്കാം, അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാം. സർവ്വടിഞ്ഞാട്ടങ്ങളും നടത്തിയിട്ട് പിന്നെ ദീനിലേക്ക് വരികയാണ്. പെൺകുട്ടികളൊക്കെ വളരെ വളരെ വൃത്തികേടിൽ ജീവിക്കുന്ന പെൺകുട്ടികളൊക്കെ ഹിജാബ് ധരിച്ച് നടക്കുന്ന കാണുമ്പോൾ എന്തോ ഒരു അഭിമാനം. ആ നാട്ടുകാരായ പെൺകുട്ടി, അവിടെ ഒന്നും മെട്രോയിൽ യാത്ര ചെയ്യാൻ പറ്റില്ല, അണ്ടർഗ്രൗണ്ട് ട്രെയിനിലൊന്നും. അത്രയും വളരെ മോശപ്പെട്ട രീതിയിലുള്ള വസ്ത്രവിധാനങ്ങളാണ്. പ്രത്യേകിച്ച് മെട്രോപൊളിറ്റൻ നഗരങ്ങളിലൊക്കെ പോയവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ആ മക്കളാണ് അവിടുത്തുകാർ. ഹിജാബൊക്കെ ധരിച്ച അച്ചടക്കത്തിൽ സ്കൂളിലും കോളേജിലൊക്കെ പോകുന്ന മക്കൾ മുസ്ലിമീങ്ങളായിട്ട് നടക്കുകയാണ്. അവരഭിമാനം കാണാൻ. ഈ രീതിയിൽ അള്ളാഹുവിന്റെ ദീനിന്റെ ഉയർച്ച അള്ളാഹു നടത്തുന്നത്, ഒന്നുകൂടെ ഞാൻ പറയാണ്, മുസ്ലിമീങ്ങളായ നമ്മൾ ആരെയും കണ്ടിട്ടല്ല, അള്ളാഹു നിലനിർത്തുകയാണ് അള്ളാഹുവിന്റെ ദീനിനെ. നമ്മൾ ആരും ഇസ്ലാമനുസരിച്ച് ജീവിച്ചില്ലെങ്കിലും ഇസ്ലാം ഇവിടെ നമ്പർ 1 ആകുന്നു. അത് അള്ളാഹുവിന്റെ കലാമാണ്. വലൗ കരിഹൽ കാഫിറൂൻ വലൗ കരിഹൽ മുശ്രികൂൻ. 2 വാക്കല്ല പറഞ്ഞു. ഇത് യുക്തിവാദികൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവിശ്വാസികൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഈ ഇസ്ലാം ലോകത്തെ 1-ാം സ്ഥാനത്തേക്ക് ഞാൻ കൊണ്ടുവരും. ലിയുദ്ഹിറഹു അല ദീനി കുല്ലി. സർവ്വ മതങ്ങളെക്കാളും ഇസ്ലാം ഉയർന്നു വരും എന്ന് അല്ലാഹു ജല്ല ജലാലു അള്ളാഹുവിന്റെ വാക്കാണ്. ആ വാക്ക് അള്ളാഹു ഇന്ന് നടത്തിക്കൊണ്ടിരിക്കാൻ. ലോകത്ത് ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മതം വേറുണ്ട്. ഏതെല്ലാം രീതിയിലായിക്കോട്ടെ, ഏതെല്ലാം തലങ്ങളിലായിക്കൊള്ളട്ടെ, ഒരു മതത്തെ സംബന്ധിച്ചുള്ള ചർച്ച നടക്കുന്നത് ഇസ്ലാമിനെ കുറിച്ച് മാത്രമല്ലേ?
ഏതെല്ലാം മതങ്ങളോടുണ്ട്? ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ? ഇസ്ലാം അല്ലാത്തൊരു ഹോട്ട് ടോപ്പിക് ലോകത്തുണ്ടോ, മീഡിയയുടെ മുമ്പിലുണ്ടോ? ഇല്ല. അതൊരു നല്ലതാണ്. അങ്ങനെ ഒരു ചർച്ച നടക്കുന്നത് നല്ലതാണ്. അത് നല്ലതാണ്, ആളുകൾക്ക് പഠിക്കാൻ നല്ലതാണ്. അതിന്റെ ഇടയ്ക്ക് ചെറിയൊരു വിഷയം കൂടെ എനിക്ക് ഓർമ്മ വന്നു. നമ്മള് ഈ മുസ്ലിമീങ്ങളായ പെൺകുട്ടികള് നമ്മുടെ ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കണം എന്ന് പറഞ്ഞ വിഷയത്തിൽ നമ്മുടെ ഫിഖഹിന്റെ കാഴ്ചപ്പാട് പറഞ്ഞ് ഞാനൊരു ചെറിയൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിലർ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ മുസ്ലിമീങ്ങളായ പെണ്ണുങ്ങൾ എന്ത് ചെയ്യണം? മുസ്ലിം ഗൈനക്കോളജിസ്റ്റുകളാണ് കാണിക്കേണ്ടത്. അവരില്ലെങ്കിൽ അവരില്ലെങ്കിൽ മുസ്ലിമീങ്ങളായ പുരുഷന്മാർ, അതല്ലെങ്കിൽ നോൺ മുസ്ലിം പെണ്ണുങ്ങൾ, അല്ലെങ്കിൽ നോൺ മുസ്ലിം ആണുങ്ങൾ. അപ്പൊ അതിൽ ആരൊക്കെയോ എന്തൊക്കെയോ കമന്റ് ഒക്കെ ചെയ്തിട്ട് ഇയാൾ എറിഞ്ഞു കൊല്ലണമെന്നോ ഇയാൾ അടിച്ചു കൊല്ലണമെന്നൊക്കെ കേട്ടു. ഞാൻ പറഞ്ഞത് നല്ലതാണ്, അത് നല്ലതാണ്. അങ്ങനെ ഒരു ചർച്ച നടക്കുന്നത് നല്ലതാണ്. അപ്പോഴെങ്കിലും ഇവരിതിന്റെ പരിസരങ്ങൾ കേൾക്കുമല്ലോ, അതിന്റെ അപ്പുറപ്പുറത്ത് കേൾക്കുമല്ലോ. ഇയാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇയാൾ എന്തെങ്ങനെ പറയാൻ കാരണം, ഇയാൾ വേറെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയൊക്കെ വരുമ്പോ ഒരു ഹോട്ട് ടോപ്പിക് നല്ലതാണ്, ചർച്ച നടക്കുന്നത് നല്ലതാണ്. എപ്പോഴും അങ്ങനെയാണ്. ഏതിനും ഖൈറുണ്ടാകും. വലിയ വലിയ ഇസ്ലാമിക ലോകത്തെ വലിയ വിഷമുണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ മുസ്ലിമീങ്ങളുടെ പേരിൽ കെട്ടിവെക്കപ്പെട്ടതൊക്കെ ഒരർത്ഥത്തിൽ വലിയ നന്മയായി മാറിയില്ലേ? ഫലസ്തീനിലെ വിഷയം തന്നെ, അവിടെ നടക്കുന്ന വർഷങ്ങളായി, എത്ര കൊല്ലങ്ങൾ, 1948 ശേഷം തുടങ്ങിയ ഈ വിഷയങ്ങളൊക്കെ ഒരുപാട് ആളുകൾ പലായനം ചെയ്തു, വിവിധ നാടുകളിലേക്ക് എമിഗ്രന്റുകളായി കടന്നു ചെന്നു. നമ്മൾ വിചാരിച്ചു വലിയ വിഷമം. അള്ളാഹു അതിന്റെ പിന്നിൽ ചെയ്ത അത്ഭുതം എന്താണ്? ഈ അറബികളായ ആളുകളിൽ വലിയൊരു ശതമാനം കാനഡയിലേക്കും അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും കടന്നു ചെന്നപ്പോ അവിടൊക്കെ ഇസ്ലാം ഉണ്ടായില്ലേ? അവിടെ ഇസ്ലാമിനെ എത്തിക്കാൻ ഒരു ഭാഗത്തൊരു വിഷമമുണ്ടായി. പക്ഷെ ഈ വിഷമം കൊണ്ട് വലിയൊരു നേട്ടം അപ്പുറത്ത് അള്ളാഹു ചെയ്യാൻ അവർ കടന്നു ചെന്നപ്പോഴാണ് ഇതുണ്ടായത്. ഈജിപ്തുകാരായ ഒരുപാട് മഹാന്മാരായ പണ്ഡിതന്മാർ കടന്നു ചെന്നുകൊണ്ട് വലിയ ദഅവത്ത് നടക്കുന്നുണ്ട് വികസിത രാജ്യങ്ങളിൽ. അവർ ചെന്നിടത്താണ് ദീനുണ്ടായത്. അപ്പോ ഒരു ഭാഗത്ത് വിഷമമാണ്, ശരിയാണ്. പക്ഷെ മറുഭാഗത്ത് അള്ളാഹുവിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് അള്ളാഹുവിന്റെ വലിയ ഹിക്മത്താണ്, അള്ളാഹുവിന്റെ തീരുമാനമാണ്. അല്ലെങ്കിൽ ആരങ്ങോട്ടൊക്കെ ദൈവത്തിന് പോവുക? സ്വന്തം നാട് വിട്ടിട്ട് സ്വന്തം നാട്ടിൽ നിലനിൽപ്പില്ല എന്ന് കണ്ടപ്പോൾ അവർ ഓടുകയാണ് ഏതെങ്കിലും രാജ്യത്തേക്ക് കയറി ചെല്ലാൻ, ഒരു പാസ്പോർട്ടെങ്കിലും കിട്ടാൻ. പക്ഷെ അവിടെ നിങ്ങൾ ദീനെത്തി. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. യുഇസ്സു മൻ യശാ വയുദില്ലു മൻ യശാ. അല്ലാഹുവിന്റെ കയ്യിലാണ് ഇസ്സത്തുള്ളത്. അല്ലാഹു നമുക്ക് ഈമാൻ കൊണ്ട് അല്ലാഹു നമുക്ക് ഇസ്സത്ത് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.